Hello students, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആണ്. +1 മാത്തമാറ്റിക്സിലെ 7th ചാപ്റ്റർ ആണ് ശരിക്കും ഇത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. ഈ ചാപ്റ്റർ ചെറിയൊരു ചാപ്റ്ററാണ്, വളരെ ചെറിയ ചാപ്റ്ററിൽ ഒന്നാണ്. പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാവാൻ വളരെ സാധ്യത കൂടുതലുണ്ട്. അതായത് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ ക്ലിയറായി പോയിട്ടില്ലെങ്കിൽ ചാപ്റ്ററിൻ്റെ കുറച്ചങ്ങോട്ട് എത്തുന്ന സമയത്ത് കാര്യങ്ങൾ മിക്സായി പോകാൻ വളരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോരോ ടോപ്പിക്കുകൾ കഴിയുമ്പോഴും സംഗതികൾ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡൗട്ടുകൾ ചോദിച്ചിട്ട് അത് എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതെന്താവുള്ളൂ, കറക്റ്റായിട്ട് മുന്നോട്ട് പോവുള്ളൂ. റെഡി അല്ലേ? ഇനി ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത് ഈ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും എന്താണെന്നുള്ളതൊക്കെ അറിയുന്നതിന് മുമ്പ് നമുക്കിതിന് മുന്നോടിയായിട്ട് അറിയേണ്ടത് ഫാക്ടോറിയൽസ് ആണ്. ഇത് നിങ്ങളിൽ മിക്കവാറും ആൾക്കാരൊന്നും പഠിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം, പക്ഷേ ഇത് പഠിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഫാക്ടോറിയൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെയാണ് എഴുതുക. ഇത് നമ്മൾ വായിക്കൽ n ഫാക്ടോറിയൽ ആണ്. ഓക്കെ അല്ലേ? ഇങ്ങനെ ഐ തിരിച്ചിടുന്ന പോലെ n ഫാക്ടോറിയൽ. ഇതെന്താന്ന് ചോദിച്ചാൽ 1 × 2 × 3 × 4 × ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് n വരെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? n ഫാക്ടോറിയൽ. ഇറ്റ് ഈസ് കോൾഡ് n ഫാക്ടോറിയൽ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? n ഫാക്ടോറിയൽ എന്ന് പറയുക. വായിക്കൽ ഇങ്ങനെയാണ്. റെഡി അല്ലേ? ഇനി ശ്രദ്ധിച്ചോ, ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ പറയാം. നോക്കിക്കട്ടോ, 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ 0 ഫാക്ടോറിയലിനെ 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കാം, ഡിഫൈൻ ചെയ്ത് വെച്ചേക്കാണ്. അതിനൊരു റീസൺ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. അതിന് ലോജിക്കലി എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും 0 ഫാക്ടോറിൻ്റെ വാല്യൂ 1 ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. കാരണം ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ആൻസർ കിട്ടണമെങ്കിൽ ഇതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോഴേ കറക്റ്റ് ആൻസറുകൾ കിട്ടുള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾ ഓർക്കണം. ബാക്കി ഇതിൻ്റെ ശേഷമുള്ളത് ഇപ്പോൾ 1 ഫാക്ടോറിയൽ എന്ന് കണ്ടാൽ ഇത് വെച്ചിട്ട് എഴുതിയാൽ 1 മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. 2 ഫാക്ടോറിയൽ എഴുതിയാൽ 1 × 2 എത്രയാ? 2. 3 ഫാക്ടോറിയൽ 1 × 2 × 3 6. ഇനി 4 ഫാക്ടോറിയൽ എഴുതുമ്പം 1 × 2 × 3 × 4 1 തൊട്ട് 3 വരെ ഇതാ 6 ആണ്. അപ്പോൾ 6 × 4 ചെയ്താൽ മതി, 24. 5 ഫാക്ടോറിയൽ 1 × 2 × 3 × 4 × 5 എന്ത് ചെയ്താൽ മതിടാ? ഈ 1 തൊട്ട് 4 വരെ ഉള്ളത് ഓൾറെഡി ഇവിടെ 24 കിട്ടിയാണ്. അപ്പോൾ ഇത് 24 ആണ്. 24 × 5 ചെയ്താൽ മതി, 120. അടുത്തത് 6 ഫാക്ടോറിയൽ 1 × 2 × 3 × 4 × 5 × 6 720. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യൽ, ഫാക്ടോറിയൽസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാറുള്ളത്. റെഡി ആണല്ലോ? ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതിപ്പോൾ എത്ര ഫാക്ടോറിയൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തുണ്ടാക്കാൻ പറ്റും. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഏറ്റവും മിനിമം ഒരു 10 ഫാക്ടോറിയൽ വരെയൊക്കെ വാല്യൂസ് എഴുതി വെച്ചാൽ നല്ലതാണ്. ഓക്കെ അല്ലേ? ഇപ്പോൾ 7 ഫാക്ടോറിയൽ 8 ഫാക്ടോറിയൽ 9 ഫാക്ടോറിയൽ 10 ഫാക്ടോറിയൽ ഇതിൻ്റെ ഒക്കെ വാല്യൂസ് എന്ത് ചെയ്യണം, നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം. റെഡി അല്ലേ? 7 ഫാക്ടോറിയൽ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇപ്പോൾ ഇതിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 5040 ആയിരിക്കും വരിക. ഓക്കെ അല്ലേ? പിന്നെ ഇതിനെന്ത് ചെയ്താൽ മതി? 8 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ എത്ര വരിക? 32 40320. ഓക്കെ അല്ലേ? ഇത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ 8 കൊണ്ട് മതി. ഇനി ഇതിനെന്തുകൊണ്ട് മൾട്ടിപ്ലൈ? 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടുക? 3 ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾ തന്നെ ചെയ്യല്ലേ. 9 × 2 18, 9 × 3 27 1 28 2 9 0 2 4 36 28 0. ഇനി ഇതിനെ 10 കൊണ്ട് വേണ്ടി. അപ്പോൾ 36 288 00. ഓക്കെ ആണോ? ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. 3628800. ഇങ്ങനെ 10 ഫാക്ടോറിയൽ വരെയുള്ള എല്ലാ നമ്പേഴ്സും അറിഞ്ഞിരിക്കണം. ഒന്നുമില്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തുണ്ടാക്കാനെങ്കിൽ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ അല്ലേ? ഇതാണ് ഫസ്റ്റ് തന്നെ ഫാക്ടോറിയൽ എന്താണെന്നുള്ളത്. ഇനി ഫാക്ടോറിയലിനെ പറ്റിയിട്ട് അറിയേണ്ടത് നോക്കിക്കോ. അടുത്ത പോയിന്റ്, നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലൊരു n ഫാക്ടോറിയൽ ഉണ്ട് എന്ന് കരുത്. ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റുമെന്നറിയോ? n × n-1 ഫാക്ടോറിയൽ എന്ന് എഴുതാൻ പറ്റും. വേണമെങ്കിൽ ഇതിനെ ഇനിയും മാറ്റാം, n × n-1 × n-2 ഫാക്ടോറിയൽ. വേണമെങ്കിൽ ഇനിയും കുറച്ച് കൊണ്ടുവരാം.
ഇതെന്താ സംഭവം എന്നറിയോ? ഒരു എക്സാമ്പിൾ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇപ്പം നമ്മുടെ കയ്യിൽ 5 ഫാക്ടോറിയൽ ഉണ്ട് എന്ന് കരുത്. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 1 × 2 × 3 × 4 × 5 വരെ മൾട്ടിപ്ലൈ ചെയ്തതല്ലേ? അതിന് എനിക്ക് എന്ത് എഴുതാന്നറിയോ? 5 × 5 എന്ന് 1 മൈനസ് ചെയ്താൽ എത്ര? 4 ഫാക്ടോറിയൽ. ഇങ്ങനെ എഴുതാൻ പറ്റും. കാരണം 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അതെന്താണ്? 1 × 2 × 3 × 4 ആണ്. അപ്പോൾ 1 തൊട്ട് 4 വരെ × 5 കൂടെ ചെയ്യുമ്പോൾ 5 ഫാക്ടോറിയൽ ആവുമല്ലോ. ഇനി അടുത്ത നോക്ക്, 5 × 4 ഫാക്ടോറിയലിനെ 4 × 3 ഫാക്ടോറിയൽ എന്നാക്കാം. ഓരോന്ന് മൈനസ് ചെയ്ത് വരിക വേണ്ട. 5 × 4 × 3 × 2 ഫാക്ടോറിയൽ. റെഡിയാണോ? ഇതാണ് അടുത്തത് അറിയേണ്ട ഒരു പോയിന്റ്. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ ആണോ? ഇനി ഇത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഫാക്ടോറിയൽ എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, പെർമിറ്റേഷൻ കോമ്പിനേഷനിൽ ഒരുപാട് സ്ഥലത്ത് ചാപ്റ്റർ കംപ്ലീറ്റ് തന്നെ നമുക്ക് ഏകദേശം എന്താ ആവശ്യം വരും? ഈ ഫാക്ടോറിയലിൻ്റെ വാല്യൂസ് ആവശ്യം വരുന്നുണ്ട്. ക്ലിയർ? ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ഇരിക്കുക, ഇവാലുവേറ്റ് ദി ഫോളോയിങ്. എടാ അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് 7 ഫാക്ടോറിയൽ മൈനസ് 3 ഫാക്ടോറിയൽ എഴുതിക്കോ. 7 ഫാക്ടോറിയൽ മൈനസ് 3 ഫാക്ടോറിയൽ. നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ? ഇത് ഫാക്ടോറിയൽ ആണ്. ഒരിക്കലും എന്ത് ചിന്തിക്കരുത്? 7 ഫാക്ടോറിയൽ മൈനസ് 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 7 - 3 4 ഫാക്ടോറിയൽ. ഇത് തെറ്റാ. ഒരിക്കലും 7 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ കാണുമ്പം 7 + 3 10 ഫാക്ടോറിയൽ എന്ന് ചിന്തിക്കരുത്. 3 ഫാക്ടോറിയൽ × 2 ഫാക്ടോറിയൽ ഒരിക്കലും 6 ഫാക്ടോറിയൽ അല്ല. 3 ഫാക്ടോറിയൽ 9 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഒരിക്കലും 9/3 3 ഫാക്ടോറിയൽ അല്ല. ഇതൊക്കെ തെറ്റാ. ഇങ്ങനൊന്നും ഒരിക്കലും എന്ത് ചെയ്യരുത്? ചിന്തിക്കരുത്. ഓക്കെ അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്താവും? തെറ്റും. അപ്പോൾ ഇതിനൊക്കെ ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വാല്യൂസ് കണ്ടുപിടിക്കേണ്ടി തന്നെ വരും. അപ്പോൾ ഇതിനകത്ത് നോക്ക്, 7 ഫാക്ടോറിയലിൻ്റെ വാല്യൂസ് നിങ്ങൾക്ക് അറിയില്ല. 7 ഫാക്ടോറിയലിൻ്റെ വാല്യൂസ് എന്താ വരിക? 1 × 2 × അങ്ങനെ 7 വരെ മൾട്ടിപ്ലൈ ചെയ്താൽ 5040 ആയിരിക്കും വരിക. 5040 അല്ലേ? മൈനസ് 3 ഫാക്ടോറിയൽ എത്രയാ? 6. അപ്പോൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ 5034 ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുക. ഓക്കെ ആണോ? ഇങ്ങനെ തന്നെ ചെയ്യണം. അല്ലാതെ ഒരിക്കലും അതിനെന്തെങ്കിലും ഒരു ഷോർട്ട് കട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ചെയ്ത് നോക്ക് തന്നെ വേണ്ടി വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 8 ഫാക്ടോറിയൽ മൈനസ് 4 ഫാക്ടോറിയൽ. 8 ഫാക്ടോറിയലിൻ്റെ വാല്യൂ എത്ര? ഇതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എത്ര വരിക? 4032 ആയിരിക്കും വരും അല്ലേ? യെസ്. 5040 എന്തുകൊണ്ട് 8 കൊണ്ട് 40320. ഇതിൽ നിന്ന് എന്താ മൈനസ് ചെയ്യേണ്ടത്? 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാ? 24 മൈനസ് ചെയ്യും. അപ്പോൾ എത്ര വരിക? 320 24 296 അല്ലേ? യെസ്. 40296 ആയിരിക്കും വരിക. ഓക്കെ, അടുത്ത നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 3 ഫാക്ടോറിയൽ പ്ലസ് 5 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ എത്രയാ? 6. 5 ഫാക്ടോറിയൽ എത്രയാ? 120. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 126. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. നാലാമത്തെ ക്വസ്റ്റ്യൻ, 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 9 ഫാക്ടോറിയൽ × 4 ഫാക്ടോറിയൽ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഡിവിഷൻ വരികയാണെങ്കിൽ നമുക്കൊരു പണി ചെയ്യാൻ പറ്റും. എന്താണെന്നറിയോ? നോക്കിക്കട്ടോ, ചെയ്യുന്നത് ശരിക്കും ശ്രദ്ധിച്ചോ. 12 ഫാക്ടോറിയലിനെ ഞാൻ 12 × 11 × 10 × 9 ഫാക്ടോറിയൽ എന്ന് ചെയ്താലോ? നമ്മളിപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഇല്ലേ? ഇതിപ്പോൾ എന്താ? 1 × 2 × 3 × അങ്ങനെ 9 വരെ. 9 × 10 × 11 × 12 അതല്ലേ 12 ഫാക്ടോറിയൽ? ഡിവൈഡഡ് ബൈ താഴെ എന്താ ഉള്ളത്? 9 ഫാക്ടോറിയൽ × 4 ഫാക്ടോറിയൽ. ഞാനിവിടെ എന്തിനാ 9 ഫാക്ടോറിയൽ നിർത്തിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇത് രണ്ടും എന്തായി പോവും? കട്ടായി പോവും. കാരണം എന്താ? ഇത് 9 ഫാക്ടോറിയൽ, ഇത് 9 ഈക്വൽ നമ്പേഴ്സ് ആയതുകൊണ്ട് അതെന്തായി പോവും? കട്ടായി പോവും. ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കിയാൽ 12 × 11 × 10 ഡിവൈഡഡ് ബൈ താഴെ 4 ഫാക്ടോറിയൽ 1 × 2 × 3 × 4 ആണ്. അതിനകത്ത് 3 × 4 12 ആയിട്ട് കട്ടായിക്കോട്ടെ. ഈ 2 10 ആയിട്ട് കട്ടായിക്കോട്ടെ 5. അപ്പോൾ 11 × 5 എന്നല്ലേ ഉള്ളത്? അപ്പോൾ ആൻസർ എത്രയാ? 55. ഓക്കെ ആണോ? ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് ചെറുതാക്കാൻ പറ്റും ഡിവിഷൻ വരുന്ന സമയത്ത്. പ്രശ്നമൊന്നുമില്ല. അടുത്ത നോക്ക്. അഞ്ചാമത്തത്, 13 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ
10 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. മുകളിൽ 13 ഫാക്ടോറിയൽ അല്ലേ, അപ്പോൾ അതിനെ മാറ്റുമ്പം 13 ഇൻറ്റു ഒന്ന് കുറച്ചാൽ 12 ഇൻറ്റു ഒന്നുകൂടെ കുറച്ചാൽ 11 ഇൻറ്റു ഒന്നുകൂടെ കുറച്ചാൽ 10 ഫാക്ടോറിയൽ നിർത്താം. കാരണം താഴെ എന്തുണ്ട്, 10 ഫാക്ടോറിയൽ ഉണ്ട്, ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഇതും കട്ടായി. ബാക്കിയുള്ളത് 13, 12, 11 ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3. 2 ഇൻറ്റു 3 6 അല്ലേ, അത് തട്ടി കട്ട് ചെയ്താൽ 2 ആയി. 13 ഇൻറ്റു 2 എത്രയാ, 26 ഇൻറ്റു 11. ഓക്കെ, 26 ഇൻറ്റു 11 എത്ര വരും, 260, 26, 286 ആയിരിക്കും വരിക. 286. ക്ലിയർ ആണോ നോക്ക്. റെഡി, അടുത്ത് നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ 7 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ. 7 ഫാക്ടോറിയൽ എന്ത് ചെയ്താം, 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ. കട്ടായി. 7 ഇൻറ്റു 6 എത്രയാ, 7 6 എത്രയാ, 42 അല്ലേ, 42 അല്ലേ ആൻസർ വരിക. അടുത്ത നോക്ക്. 7th ക്വസ്റ്റ്യൻ 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇതിൻ്റെ വാല്യൂ 8 ഫാക്ടോറിയലിനെ 8 7 6 താഴെ 6 2. 6 ഫാക്ടോറിയൽ കട്ടായി. ബാക്കി 8 ഇൻറ്റു 7 ബൈ താഴെ 2 ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2. 2ഉം 8 കൂടെ കട്ട് ചെയ്താൽ 4. അപ്പോൾ 4 ഇൻറ്റു 7 എത്രയാ, 28. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 8th ക്വസ്റ്റ്യൻ ഈ ടൈപ്പിൽ ലാസ്റ്റ് വൺ കേട്ടോ. 15 ഫാക്ടോറിയൽ ബൈ 12 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. എന്താ കിട്ടുക, 15 ഫാക്ടോറിയലിനെ 15 ഇൻറ്റു 14 ഇൻറ്റു 13 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 12 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3. ഇത് കട്ടായിപ്പോയി. 3 15 ആയിട്ട് കട്ട് ചെയ്തവിടെ 5, 2 14 കട്ട് ചെയ്തവിടെ 7, 5 ഇൻറ്റു 7 ഇൻറ്റു 13. 5 ഇൻറ്റു 13 എത്ര, 65 ഇൻറ്റു 7 ചെയ്താൽ മതി. 7 5 35 3, 7 6 42 3 45, 455 ആണ് ആൻസർ വരിക. 455. ക്ലിയർ ആണല്ലോ. അടുത്ത നോക്കുക. ഇനി അടുത്തത് ഫാക്ടോറിയൽ വെച്ചിട്ടുള്ള അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇങ്ങനെ. ഇവാലുവേറ്റ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ വെൻ. എന്നിട്ട് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ആദ്യത്തത് n is equal to 6, r is equal to 2, n is equal to 9, r is equal to 5. ഓക്കെ, എന്നിൻ്റെ ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഫസ്റ്റത്തെ കേസിൽ നോക്കിയാൽ നിങ്ങൾ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. എന്നിൻ്റെ വാല്യൂ 6, അപ്പോൾ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആറിൻ്റെ വാല്യൂ 2, 2 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r, അപ്പോൾ 6 മൈനസ് 2 ഫാക്ടോറിയൽ. റെഡി അല്ലേ. മുകളിൽ 6 ഫാക്ടോറിയൽ, താഴെ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. ഇതെന്താ വരിക, 6 ഫാക്ടോറിയലിന് 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2, 4 ഫാക്ടോറിയൽ കട്ടായി പോകാനുള്ളതാണ്. അപ്പോൾ ഇതെന്താ വരിക, 6 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 2 കട്ട് ചെയ്ത് അവിടെ 3, 3 ഇൻറ്റു 5 എത്രയാ, 15 ആൻസർ. റെഡിയാണോ. അടുത്ത നോക്കാം. അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു എന്നിൻ്റെ വാല്യൂ 9 ഡിവൈഡഡ് ബൈ ആറിൻ്റെ വാല്യൂ 5, 9 മൈനസ് 5 ഫാക്ടോറിയൽ. 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. 9 ഫാക്ടോറിയൽ 9 8 7 6 5 വരെ എഴുതാം. താഴെ എന്തുണ്ട്, 5 ഫാക്ടോറിയൽ ഉണ്ട്, 4 ഫാക്ടോറിയൽ ഉണ്ട്. 5 ഫാക്ടോറിയൽ കട്ടായി. ബാക്കിയുള്ളത് 9 8 7 6. താഴെ 4 ഫാക്ടോറിയൽ 1 2 3 4 ഇങ്ങനല്ലേ വരിക. 2 ഇൻറ്റു 4 8 8 കട്ടായി, 3 6 8 കട്ടായി. 9 ഇൻറ്റു 7 ഇൻറ്റു 2, 9 ഇൻറ്റു 7 എത്രയാ, 63 ഇൻറ്റു 2 എത്ര വരും, 126 ആയിരിക്കും ആൻസർ കിട്ടുക. റെഡിയാണോ നോക്ക്.
ക്ലിയർ? ഞാൻ പറഞ്ഞു പോകുന്നതിൻ്റെ ടൈമിൽ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തിട്ടൊന്ന് എഴുതിയെടുക്കാം കേട്ടോ. സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നോട്ട് എഴുതാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് എഴുതിയെടുക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇഫ് 1/8 factorial plus 1/9 factorial equal to x/10 factorial, then find the value of x. Then find the value of x. ഇതാണ് ക്വസ്റ്റ്യൻ. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? എന്നാൽ ഇങ്ങനെ ശ്രദ്ധിച്ചോ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു. ഇവിടെ 8 ഫാക്ടോറിയൽ 9 ഫാക്ടോറിയൽ ഉണ്ട്. ഇത് പല രീതിയിലും നമുക്ക് ചെയ്തുണ്ടാക്കാൻ പറ്റും, പല രീതിയിലും ചെയ്തുണ്ടാക്കാൻ പറ്റും. ഏറ്റവും എളുപ്പമുള്ളൊരു വഴി എന്താ അറിയോ? ഇവിടെ എന്താ ഉള്ളത്? x/10 ഫാക്ടോറിയൽ ഈക്വൽ ടു 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/9 ഫാക്ടോറിയൽ. ഇവിടെ ഡിനോമിനേറ്ററിൽ 10 ഫാക്ടോറിയലാണ്. ഇത് 8, ഇത് 9. ഇതാണ് വലുത്, ഇത് രണ്ട് ചെറുതല്ല. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യുന്നറിയോ? താഴെ 8 ഫാക്ടോറിയൽ ഇല്ലേ, അതിന് ഞാൻ 10 ഫാക്ടോറിയൽ ആക്കാൻ വേണ്ടിയിട്ട് ഒരു 9ഉം 10ഉം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, ആ 9ഉം 10ഉം കൊണ്ട് ഞാൻ മുകളിലും മൾട്ടിപ്ലൈ ചെയ്ത്. ഇപ്പം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് പ്രശ്നമില്ലല്ലോ, വാല്യൂവിന് മാറ്റമൊന്നും സംഭവിക്കില്ല. പ്ലസ് ഇതുപോലെ ഇവിടെ താഴെ 9 ഫാക്ടോറിയൽ അല്ല, അതുകൊണ്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്ത്, ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പം മുകളിൽ എന്താ ഉള്ളത്? 90 ഡിവൈഡഡ് ബൈ ഇതെന്തായി? 10 ഫാക്ടോറിയൽ പ്ലസ് 10 ബൈ താഴെ 10 ഫാക്ടോറിയൽ. ഇവിടെ എന്താ ഉള്ളത്? x/10 ഫാക്ടോറിയൽ ഈക്വൽ ടു ഡിനോമിനേറ്റർ സെയിം അല്ലേ, അപ്പം ന്യൂമറേറ്റർ ആഡ് ചെയ്യാലോ. 90 പ്ലസ് 10 100. ഇതും കട്ടാവും. അപ്പോൾ ആൻസർ എത്രയാ? എക്സ് ഇസ് ഈക്വൽ ടു 100. ക്ലിയർ ആണോ? അടുത്ത നോക്കാം. ഇഫ് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് 1/6 ഫാക്ടോറിയൽ പ്ലസ് 1/7 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു x/8 ഫാക്ടോറിയൽ, then find the value of x. എക്സിൻ്റെ വാല്യൂ കാണാൻ. അപ്പോൾ ഇപ്പോൾ ചെയ്ത് അതുപോലെ തന്നെ ചെയ്തുണ്ടാക്കിയാൽ മതി. നോക്കിക്കോ. x/8 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 1/6 ഫാക്ടോറിയൽ പ്ലസ് 1/7 ഫാക്ടോറിയൽ. ഇവിടെ 8 ഫാക്ടോറിയൽ ഉണ്ട്. ഇവിടെ 8 ഫാക്ടോറിയൽ ഉണ്ടാവാൻ 6 ഫാക്ടോറിയലിനെ 7 × 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ആ മുകളിലും 7 × 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 7 ഫാക്ടോറിയൽ ഞാൻ 8 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പം മുകളിലും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്തായി? 56 ഡിവൈഡഡ് ബൈ 8 ഫാക്ടോറിയൽ പ്ലസ് 8 ഡിവൈഡഡ് ബൈ 8 ഫാക്ടോറിയൽ. അപ്പോൾ x/8 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു, ഇവിടെ ഡിനോമിനേറ്റർ 8 ഫാക്ടോറിയൽ ഓക്കെയാണ്, 56ഉം 8ഉം കൂടെ ആഡ് ചെയ്താൽ 64. ഇതും കട്ടായി. അപ്പോൾ ആൻസർ x ഇസ് ഈക്വൽ ടു 64. റെഡി അല്ലേ? യെസ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഫാക്ടോറിയൽസിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എടുക്കണം. അത് എടുക്കുന്ന സമയത്ത് അതിനകത്ത് വരാൻ പോണ ചില സംഗതികളുണ്ട്, ചില പുതിയ നൊട്ടേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നോക്ക്, അതിനകത്ത് നമ്മൾ പെർമ്യൂട്ടേഷൻ ചെയ്യുമ്പം അവിടെ എങ്ങനെ വരും ഒരു സംഭവം? NPR എന്നാണ് നമ്മളിത് വായിക്കുക. ഓക്കെ, ഈ n കുറച്ച് മുകളിലായിട്ടും r കുറച്ച്, ഇത് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട്, ഇത് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ പറയില്ല. ഇത് കുറച്ച് മുകളിൽ എന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ എഴുതുന്ന ഒരു സൈസിൽ p എഴുതിയാൽ ഈ പീൻ്റെ മുകളിൽ ഇവിടെ ആയിട്ട് n-ഉം ഇവിടെ ആയിട്ട് r-ഉം വരണം. ഇതാണ് NPR. നമ്മൾ പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്യണം. ആ p ശരിക്കും p സ്റ്റാൻഡ്സ് ഫോർ പെർമ്യൂട്ടേഷൻ ആണ് ശരിക്കും. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയും എഴുതാറുണ്ട്, P(n, R). പക്ഷേ ജനറലി നമ്മൾ കാണൽ ഇങ്ങനെയാണ്. റെഡി അല്ലേ? ഇതെന്താണെന്നറിയോ? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - r ഫാക്ടോറിയൽ. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക, എപ്പോഴാണ് യൂസ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പിന്നീട് പറയും. പക്ഷേ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇതാണ്, ഇതറിയണം. ഓക്കെ അല്ലേ? ജസ്റ്റ് ഇത്ര മാത്രം അറിഞ്ഞാൽ മതി, ബാക്കിയുള്ള നമ്മൾ പുറകെ പറയും. ഇതിനകത്ത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ആറിൻ്റെ വാല്യൂ 0-ൻ്റെയും n-ൻ്റെയും ഇടക്കായിരിക്കണം ഈ ആറിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ ഇവിടെ ഉള്ളിൽ നെഗറ്റീവൊക്കെ വരും. അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് ക്ലിയർ ആണല്ലോ? ഇങ്ങനെ ഇന്ന് നോക്കിക്കാൻ പറയണേ. ഇപ്പോൾ നമുക്ക് ഇതിനൊരു എക്സാമ്പിളായിട്ട് നോക്കാം. ഇപ്പോൾ ഒരു 7p2 എന്ന് കിട്ടിയെന്ന് വിചാരിക്കും. 7p2 എന്ന് കിട്ടിയാൽ ഇത് വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുക? 7 ഫാക്ടോറിയൽ ബൈ 7 - 2 ഫാക്ടോറിയൽ അല്ലേ?
അപ്പോൾ എത്ര 7 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ എന്ത് വന്നു 7 ഇൻറ്റു 6 42. അടുത്ത നോക്കുക ഒരു 6p3 എന്ന് വന്നിരിക്കുക 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 മൈനസ് 3 ഫാക്ടോറിയൽ 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഈക്വൽ ടു 6 ഇൻറ്റു 5 എത്രയാ 30 30 ഇൻറ്റു 4 120. ക്ലിയർ ആവുമല്ലോ. അടുത്ത നോക്കുക 10p4 കിട്ടണം എന്ന് വിചാരിച്ചോ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 10 മൈനസ് 4 ഫാക്ടോറിയൽ എന്താ ഉണ്ടാവുക 10 ഫാക്ടോറിയൽ ബൈ 6 ഫാക്ടോറിയൽ 10 9 8 7 6 ബൈ 6 ഫാക്ടോറിയൽ ഇതും കട്ടാവും. ബാക്കി ഉണ്ടാവുക 10 9 8 7. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ട എന്താ കിട്ടുന്നത് നേരിച്ചാൽ അത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇത് എഴുതുന്ന സമയത്ത് നിങ്ങളൊന്ന് ശരിക്കും ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ 7p2 എന്ന് പറഞ്ഞാൽ എനിക്ക് 7 ഇൻറ്റു 6 അല്ലേ കിട്ടിയേ 6p3 എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 5 ഇൻറ്റു 4 10p4 എന്ന് പറഞ്ഞാൽ ഇത്. ഞാൻ എന്താ സംഭവം എന്ന് പറയാൻ പോവാണ്. ഇത് കണ്ടിട്ട് ഇത് നോക്കിയിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സ്ക്രീൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് ബാക്കി പ്ലേ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് തോന്നിയത് തന്നെയാണോ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ നോക്ക്. ഇത് കണ്ടിട്ട് നമുക്ക് നേരെ ഇതിലോട്ട് ഇതൊന്നുമില്ല അത് ഒറ്റയടിക്ക് ഇതിലോട്ട് എത്താൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ എത്താൻ പറ്റും. എങ്ങനെയാണെന്നറിയോ ഇപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിച്ചോ ഒരു ഷോർട്ട് കട്ട് പോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പെട്ടെന്ന് എങ്ങനെ കിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഷോർട്ട് കട്ടാണ്. ഇപ്പോൾ 7p2 എന്ന് കണ്ടാൽ 7 ഇൻറ്റു 6 അതായത് 7ലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 2 നമ്പറാണ് എഴുതേണ്ടത് താഴോട്ട് പോകണം. അപ്പോൾ 7 1 മൈനസ് ചെയ്താൽ 6. അടുത്ത നമ്പർ എന്താ 6p3 എവിടുന്ന സ്റ്റാർട്ട് ചെയ്യേണ്ടത് 6ന്ന് എത്ര നമ്പർ വരണം 3 നമ്പർ അപ്പോൾ 6 1 മൈനസ് ചെയ്താൽ 5 ഒന്നുകൂടെ മൈനസ് ചെയ്താൽ 4 അതല്ല അവിടെ ഉള്ളത് നോക്ക്. അടുത്തത് 10p4 എന്ന് പറഞ്ഞാൽ 10ന്ന് സ്റ്റാർട്ട് ചെയ്യണം 4 നമ്പറാണ് വരേണ്ടത്. അപ്പോൾ ആദ്യം 10 1 മൈനസ് ചെയ്താൽ 9 ഒന്നുകൂടെ മൈനസ് ചെയ്താൽ 8 ഒന്നുകൂടെ മൈനസ് ചെയ്താൽ 7 താഴോട്ട് ഇങ്ങനെ 4 നമ്പറുകൾ എഴുതണം എന്നർത്ഥം. ക്ലിയർ അല്ലേ. അപ്പോൾ ഇനി 15p5 എന്ന് വന്നാൽ നമ്മൾ എന്താ ചെയ്താൽ 15 14 13 12 11 1 2 3 4 5 നമ്പർ ആകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ക്ലിയർ ആണോ. ഇതാണ് എന്ത് NPR ചെയ്യാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ്. ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കി നോക്ക് കേട്ടോ. റെഡി. യെസ് ഇതൊക്കെ ആവശ്യം വരും. പിന്നീട് ഞാൻ പറയുമ്പം ഇതൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയില്ല, ഞാനിവിടെ പറഞ്ഞു പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഇതൊക്കെ ഓർമ്മയിൽ നിൽക്കണം കേട്ടോ, പഠിക്കണം. ഇനി ഞാൻ പറഞ്ഞ അടുത്തൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കിയേ. 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം നോക്കിക്കോ. NP0 എന്ന് വന്നാൽ ആൻസർ 1 ആണ്. NPN എന്ന് വന്നാൽ അത് n ഫാക്ടോറിയലുമാണ്. അതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് NP0 നമ്മൾ ഇതിനകത്ത് കൊടുത്തു നോക്കുക n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് 0 ഫാക്ടോറിയൽ n ഫാക്ടോറിയൽ ബൈ n മൈനസ് 0 എന്ന് പറഞ്ഞാൽ n തന്നെ. അപ്പോൾ ആൻസർ എന്തായി 1. അടുത്തത് NPN is equal to n ഫാക്ടോറിയൽ ബൈ n മൈനസ് n ഫാക്ടോറിയൽ. അപ്പോൾ n ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ. 0 ഫാക്ടോറിയൽ എത്ര നമ്മൾ പറഞ്ഞു 1. അപ്പോൾ ആൻസർ എന്താ n ഫാക്ടോറിയൽ. റെഡിയാണോ. ഇതൊന്ന് എഴുതി വെച്ച് എങ്ങനെ കിട്ടിയെന്ന് വേണമെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൂടുതലൊന്ന് എഴുതി വെക്കാം. റെഡിയാണോ. അടുത്ത് നോക്കാം. ഇപ്പോൾ പെർമ്യൂട്ടേഷൻ്റെ നമ്മൾ പറഞ്ഞു NPR എന്ന് പറഞ്ഞൊരു ടേം പിന്നീട് വരുന്നത്. ഇനി അതുപോലെ കോമ്പിനേഷനിലും വരാനുണ്ടാവുമല്ലോ. നമ്മളിങ്ങനെയാണ് എഴുതുക NCR CN, R ഇങ്ങനെയും എഴുതാറുണ്ട്. ഇത് നേരത്തെ പോലെ തന്നെ n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. ഇതിൻ്റെ കൂടെ ഒരു r ഫാക്ടോറിയലും കൂടെ വരും ഡിനോമിനേറ്ററിൽ.
മാത്രമല്ല ആറിൻ്റെ വാല്യൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ തന്നെ വരണം. ക്ലിയർ അല്ലേ? എക്സാമ്പിൾസ് നോക്കിക്കോ. എക്സാമ്പിൾസ് നമ്മൾ ആദ്യം ഒരു 8C2 എന്ന് എഴുതി. 8C2 എന്ന് കണ്ടാൽ എന്താ ഇതുണ്ട്? 8 ഫാക്ടോറിയൽ ഇത് വെച്ചിട്ടാണ് എഴുതുന്നത് കേട്ടോ. 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 8 മൈനസ് 2 ഫാക്ടോറിയൽ. 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഫാക്ടോറിയൽ. 8 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഫാക്ടോറിയൽ. ഇതും കട്ട് ചെയ്താൽ ബാക്കി എന്താ ഉള്ളത്? 8 ഇൻറ്റു 7 ബൈ 1. 2 ഫാക്ടോറിയൽ 1 ഇൻറ്റു 2. ശരിക്കും നോക്കിക്കട്ടോ എന്താ സംഭവിക്കുന്നത്. അതിൻ്റെ വാല്യൂ കാണണം കേട്ടോ. ശരിക്കും ഇത് എത്ര ഉണ്ടാവുക? 8 ഇൻറ്റു 7 56 വരണ്ട് 28 വരിക. ആൻസർ എഴുതണം. നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ഇവിടെ എഴുതണേ. ഓരോന്നും ഞാൻ എഴുതാൻ നിൽക്കില്ല, നിങ്ങൾ എഴുതിയാൽ മതി. റെഡി അല്ലേ? ഇനി നോക്കിക്കോ. 9C3 എന്ന് വന്നിരിക്കുക. 9 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 9 മൈനസ് 3 ഫാക്ടോറിയൽ. ഇപ്പം മുകളിൽ എന്താ ഉള്ളത്? 9 ഫാക്ടോറിയൽ. താഴെ 3 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഫാക്ടോറിയൽ. 9 ഫാക്ടോറിയലിനെ 9, 8, 7, 6 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഫാക്ടോറിയൽ. ഇതും കട്ടായി. ബാക്കിയുള്ളത് നോക്കിയേ. 9, 8, 7 താഴെ 3 ഫാക്ടോറിയൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3. ക്ലിയർ അല്ലേ? എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്താ പാറ്റേൺ എന്താ വരുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചത് എഴുതുമ്പോൾ. നേരത്തെ NPRൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്കൊരു ഷോർട്ട് കട്ട് കിട്ടും. അടുത്ത നോക്കിക്കോ. 12C4 വന്നിരിക്കും. അപ്പോൾ 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 12 മൈനസ് 4 ഫാക്ടോറിയൽ. 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 8 ഫാക്ടോറിയൽ. 12 ഫാക്ടോറിയലിനെ 12 ഇൻറ്റു 11 ഇൻറ്റു 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 8 ഫാക്ടോറിയൽ. ഇത് കട്ടായി. ബാക്കി എന്താ ഉള്ളത്? 12, 11, 10, 9. താഴെ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. ഒന്ന് ശരിക്കും തന്നെ ചെക്ക് ചെയ്ത് നോക്കിയേ. ഷോർട്ട് കട്ടായിട്ട് നമുക്ക് എന്ത് പറയാം? ഓർക്കണം കേട്ടോ. ഇത് എങ്ങനെയാ ചെയ്യാമെന്ന് ഷോർട്ട് കട്ട് ചെയ്താൻ പറ്റില്ല. എന്താ വരുന്നതെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. 8C2ൻ്റെ വാല്യൂ 8ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം 2 നമ്പർ. അപ്പം നേരത്തെ ചെയ്ത മാതിരി തന്നെ 8, 1 കുറച്ചാൽ 7. 8 നിന്ന് താഴോട്ട് 2 നമ്പർ ഡിവൈഡഡ് ബൈ ഇതുപോലെ 1 നിന്ന് മുകളിലോട്ട് 2 നമ്പർ എഴുതണം. ഇതാണ് NPR എന്നുള്ള ഡിഫറൻസ്. താഴെ ഒരു ടേമും കൂടെ വരും. ഇനി അടുത്ത നോക്കിയാൽ 9C3 എന്ന് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്താൽ 9ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 നമ്പറുകൾ എഴുതാം. 9, 8, 7. അതുപോലെ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 3, 1, 2, 3. അടുത്ത നോക്കുക. 12C4 12 എന്ന് തുടങ്ങണം 4 അപ്പോൾ 12, 11, 10, 9 ഡിവൈഡഡ് ബൈ താഴെ 1, 2, 3, 4 നമ്പറുകൾ. ക്ലിയർ ആണോ? ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചേട്ടോ. ക്ലിയർ? ഇനി നേരത്തെ പറഞ്ഞ പോലെ ഒരു പോയിന്റ് കൂടെ. നോക്കിക്കോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എനിക്കിങ്ങനെ പറയാം. NC0ൻ്റെ വാല്യൂ 1 ആണ്. NCNൻ്റെ വാല്യൂ 1 ആണ്. അതെങ്ങനെയാണ് വന്നത് നോക്കിയേ. NC0 കിട്ടാൻ ഇതിനകത്ത് കൊടുത്താൽ NC0 is equal to n ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 0 ഫാക്ടോറിയൽ. അപ്പോൾ ആദ്യത്തത് n ഫാക്ടോറിയൽ, താഴെ 0 ഫാക്ടോറിയൽ 1, n മൈനസ് 0 എന്ന് പറഞ്ഞാൽ n തന്നെ. n ഫാക്ടോറിയൽ എന്തായി? 1. അടുത്ത് നോക്ക്. NCN വരുമ്പം n ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് n ഫാക്ടോറിയൽ. മുകളിൽ n ഫാക്ടോറിയൽ, താഴെ ഒരു n ഫാക്ടോറിയലും 0 ഫാക്ടോറിയലും. ഇത് കട്ടായി. ബാക്കിയുള്ള 1/0 ഫാക്ടോറിയൽ 1. അപ്പോൾ ആൻസർ എന്താ? 1. അപ്പോൾ ഇത് രണ്ടും 1 ആണ്. മറന്നു പോയത് കേട്ടോ, ഓർക്കണം. ക്ലിയർ ആണോ? ഇനി ഒരു പോയിന്റും കൂടെ ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. NCR is equal to NCN minus R. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യാന്നറിയോ? ഞാൻ പറഞ്ഞൊരു കേസ് ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഒരു 8C6 എന്നൊക്കെ വന്നാൽ നമ്മൾ 8 നിന്ന് തുടങ്ങി 6 എണ്ണം എഴുതി ഉണ്ടാക്കണം. റെഡി അല്ലേ? 8 നിന്ന് തുടങ്ങി 6 എണ്ണം എഴുതി ഉണ്ടാക്കിയാൽ 8, 7, 6
5 4 3 ഡിവൈഡഡ് ബൈ 1 2 3 4 5 6. ഇതിനകത്ത് എന്താ പ്രശ്നം എന്നറിയോ? ഈ 3 4 5 6 ഇവിടെയും കട്ടാവും, ഇവിടെയും കട്ടാവും. ബാക്കി എന്തേ ഉള്ളൂ? 8 × 7 ബൈ 1 × 2 ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? 8C6 എന്ന് കണ്ടാൽ അത് 8C8 - 6. ഇത് 8C6 എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് ഇവിടെ എഴുതിയാൽ മതി. അതായത് 8C2 മതി എന്നർത്ഥം. ഇത് രണ്ട് ഈക്വൽ ആണ്. അതാണ് ഈ പ്രോപ്പർട്ടി. NCR എന്ന് പറഞ്ഞാൽ NC n-r ചെയ്താൽ മതി. അത് നമ്മൾ എപ്പോഴും ഒന്നും ചെയ്യൂല, ഇവിടെയുള്ള നമ്പർ വലുതാവുമ്പോഴാണ് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താ ഇതൊന്നിട്ട് ചെറുതായി കിട്ടും. 8C2 എന്ന് പറഞ്ഞാൽ എന്താ? 8 × 7 ബൈ 1 × 2. അതല്ല എനിക്കൂടെ കിട്ടിയേ. ബാക്കിയുള്ള നമ്പറൊക്കെ കട്ടായി പോകാനുള്ള. അപ്പോൾ നോക്ക്, 15C13 എന്ന് കണ്ടാൽ ഞാൻ എന്ത് ചെയ്തും? 15C 15 - 13. അപ്പോൾ 15 × 14 ബൈ 1 × 2. ഇത്രയേ ഉള്ളൂ. ഒരിക്കലും 15C3 എന്ന് കാണുമ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇതാണ് മൈനസ് ചെയ്താണ്ട് 12 ആക്കരുത്. അപ്പോൾ നമ്പർ വലുതാവുക ചെയ്ത്. ഈ ടൈമിൽ നിങ്ങളത് ആൻസർ കറക്റ്റ് ആവും, പക്ഷേ ചെയ്തിട്ട് കാര്യമില്ല, വലിയ നമ്പർ ആയിരിക്കും വരിക എന്നർത്ഥം. റെഡിയാണോ? അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയും കൂടെ ഓർത്ത് വെക്കുക. റെഡി അല്ലേ? ഇനി NCRും NPRും വെച്ചിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാനുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് n such that, എന്നിട്ട് രണ്ട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, NP5 is equal to 42 × NP3, n greater than 4. അടുത്ത ക്വസ്റ്റ്യനിൽ NP4 divided by n-1 P4 is equal to 5/3. ഇത് n-1 ആണ് കേട്ടോ. ഈക്വൽ ടു 5/3, n greater than 4 ആണ്. ഇത് രണ്ട് കേസിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? n-ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. റെഡി അല്ലേ? ചെയ്ത് നോക്കാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തോ. NP5 is equal to 42 × NP3. ഇതിൽ n-ൻ്റെ വാല്യൂ അല്ലേ കിട്ടേണ്ടത്? എടാ, NP5 എന്ന് കണ്ടാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? P കണ്ടാൽ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ 7P2 എന്ന് കണ്ടാൽ നമ്മൾ എന്താ ചെയ്ത? 7 × 1 മൈനസ് ചെയ്ത 6 ഇടുക. രണ്ട് നമ്പറുകളാണ് ഇടുക. അപ്പോൾ ഇവിടെ ഞാൻ എത്ര നമ്പർ ഇടണം? 5 നമ്പർ ഇടണം. എങ്ങനെ ഉണ്ടാവുക? ആദ്യം n, 1 മൈനസ് ചെയ്താൽ n-1, ഒന്നുകൂടെ മൈനസ് ചെയ്താൽ n-2, അടുത്തത് n-, ഇപ്പോൾ എത്ര ആയി? 1 2 3 4, എത്ര വേണം? 5. അപ്പോൾ ഒന്നുകൂടെ ഉണ്ടാവും n-4. ക്ലിയർ അല്ലേ? അതുപോലെ ഈക്വൽ ടു 42 × ഇവിടെ എഴുതിയാലോ 3 എണ്ണം, n × n-1 × n-2. ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് എന്തായി? n കട്ടായി, n-1 കട്ടായി, n-2ഉം കട്ടായി. ബാക്കി എന്താ ഉള്ളത്? n-3 × n-4 ഈക്വൽ ടു 42. ക്ലിയർ ആണോ? ഇത് സോൾവ് ചെയ്യാൻ രണ്ട് വഴികളാണ് നമുക്കുള്ളത്. ഒന്ന്, സാധാരണ നമ്മൾ എന്താ ചെയ്യാറിയോ? ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ n² - 4n - 3n + 12. എങ്ങനെ? n × n, n × -4, -3 × n, -3 × -4 എല്ലാ ടേമും വരും. ഈക്വൽ ടു 42. ഇവിടെ എന്താ ഉള്ളത്? n² - 7n + 12 - 42 is equal to 0. അല്ലെങ്കിൽ n² - 7 - 30 equal to 0. ഇത് സോൾവ് ചെയ്യണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ a is equal to 1, b is equal to -7, c is equal to -30. ഇങ്ങനല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം? n is equal to -b ± root of b² - 4ac divided by 2a -7. അപ്പോൾ +7 ആയി. ± root of b² - 7ൻ്റെ സ്ക്വയർ -4 × 1 × -30. ഓക്കെ, ഡിവൈഡഡ് ബൈ 2a, 2 × 1. അപ്പോൾ ഇവിടെ എന്തായി? 7 ± root of 49, ഈ മൈനസ് ഈ മൈനസ് ഇവിടെ +4 × 30, 120 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 7 ± root 169 divided by 2.
7 plus or minus 13 by 2. 7 plus 13 by 2, comma 7 minus 13 by 2. 7 plus 13 എത്രയാ? 20. 20 by 2, 10. 7 minus 13 minus 6 by 2 minus 3. ഓക്കെ ആണോ? അതിനകത്ത് പറയേണ്ടത് n ഗ്രേറ്റർ ദാൻ 4 ആണെന്ന്. അപ്പോൾ അതിനകത്ത് -3 പറ്റുമോ? പറ്റൂല. അപ്പോൾ നമുക്ക് എഴുതണം എന്ത്? പിന്നെ അത് മാത്രമല്ല, നമ്മൾ NPR എഴുതിയപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ ഒരു സംഭവം എഴുതിയില്ലേനോ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഇതൊന്ന് മനസ്സിലാവണം. ഈ n-ഉം r ഒക്കെ 0-നേക്കാളും കൂടുതലാണ്. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പം അങ്ങനെ തന്നെ എഴുതിക്കോളി. n cannot be നെഗറ്റീവ്. n cannot be നെഗറ്റീവ്. n-ന് എന്താവാൻ കഴിയൂല? നെഗറ്റീവ് ആവാൻ കഴിയൂല. അപ്പോൾ n-ന് എത്ര വാല്യൂ ഉണ്ടാവുള്ളൂ? ഒറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ. Therefore n is equal to 10. ഇതാണ് ഫൈനൽ ആൻസർ. ക്ലിയർ ആണോ? n is equal to 10 ആണ് ഫൈനൽ ആൻസർ വരിക. ക്ലിയർ? ഞാൻ പറഞ്ഞു ഇത് ചെയ്യാൻ ഒരു വഴിയും കൂടെ ഉണ്ട്. അത് ഇത്രയൊന്നും പ്രശ്നമില്ല, പെട്ടെന്ന് കിട്ടും. പക്ഷേ നമുക്ക് തോന്നണം അത് അങ്ങനെ വരും എന്ന് വെച്ചാൽ ഉള്ളിൽ നിന്ന് ഉണ്ടാവണം നമുക്ക് ഇതിങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്നുള്ളത്. അതൊരു കറക്റ്റ് ഒരു മെത്തേഡൊന്നുമല്ല, പക്ഷേ ആൻസർ കിട്ടും. എങ്ങനെയാണെന്നറിയോ? ഞാൻ പറഞ്ഞു ഇതൊരു നമ്പർ, അതിൽ നിന്നൊന്ന് മൈനസ് ചെയ്തത്, അതിൽ നിന്നൊന്ന് മൈനസ് ചെയ്തത്, അതിൽ നിന്നൊന്ന് മൈനസ് ചെയ്തത്, അതിൽ നിന്നൊന്ന് മൈനസ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് നമ്പർ അടുത്തടുത്തുള്ള നമ്പറല്ലേ? n-3ഉം n-4ഉം അടുത്തടുത്തുള്ള രണ്ട് നമ്പറാണ്. ഇതാണ് വലുത്, ഇതാണ് ചെറുത്. കാരണം n-3 വലുതാണ്. n-ന്ന് 3 മൈനസ് ചെയ്തിട്ടുള്ളത്, n-ന്ന് 4 മൈനസ് ചെയ്ത്. അപ്പോൾ ഇത് ചെറുത്, ഇത് വലുത്. 42നെ നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ? ഞാൻ പറയും n-3 ഇൻറ്റു n-4 എന്ന് പറഞ്ഞാൽ രണ്ട് അടുത്തടുത്തുള്ള നമ്പറാണ്. അപ്പോൾ ഇതിനെ രണ്ട് അടുത്തടുത്തുള്ള നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റണം. അത് നമുക്ക് മനസ്സിലാവണം. ഇപ്പം 42 എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 6 ആണ്. 7 ഇൻറ്റു 6 42 ആണ്. അപ്പോൾ ശരിക്ക് ഇത് രണ്ട് അടുത്തടുത്തുള്ള നമ്പറാണ്. ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 7 ഇൻറ്റു 6 കിട്ടണമെങ്കിൽ ഇത് 7 ആവണം, ഇത് 6 ആവണം. എന്ന് വെച്ചാൽ n-3ൻ്റെ വാല്യൂ 7 ആയാൽ മതി. അപ്പോൾ n is equal to എത്രയാ? 7 + 3 10. ഇനി ഇത് ചെയ്താലും എന്നെ കിട്ടുക. n-4 is equal to 6 ആണെങ്കിൽ n is equal to 6 + 4 10. രണ്ട് ചെയ്താലും ഒന്ന് തന്നെ കേട്ടോ. n-ൻ്റെ വാല്യൂ 10 ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പെട്ടെന്ന് കിട്ടും. പക്ഷേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പോൾ നിങ്ങൾ ആ ക്വാഡ്രാറ്റിക്കിൻ്റെതും കൂടെ എന്ത് ചെയ്യണം? നോട്ടിൽ എഴുതി വെക്കണം. കാരണം ചിലപ്പോൾ പിന്നീട് നോക്കുമ്പോൾ ഇത് ചിലപ്പം ഇതിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നല്ല എളുപ്പമായിട്ടൊക്കെ തോന്നും, പക്ഷേ പിന്നെ നോക്കുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? രണ്ട് മെത്തേഡും ഒന്ന് എഴുതി വെച്ചോളൂ. റെഡി? അടുത്ത ദിവസം നോക്കാം. ഇതിനകത്തുള്ളൊരു ബി പാർട്ടും കൂടെ അല്ലേ നോക്കാം. ഇതിനകത്തുള്ള ബി പാർട്ടിൽ np4 ഡിവൈഡഡ് ബൈ n-1p4 is equal to 5/3 എന്നുള്ളത്. 3 അങ്ങോട്ട് കൊണ്ടോ അതിനങ്ങോട്ട് കൊണ്ടോ. അപ്പോൾ 3 ഇൻറ്റു np4 is equal to 5 ഇൻറ്റു n-1p4. നോക്കിക്കോ, 3 ഇൻറ്റു n എന്ന് തുടങ്ങി 4 എണ്ണം, n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇൻറ്റു n-3. റെഡി അല്ലേ? 4 എണ്ണം ഈക്വൽ ടു 5 ഇൻറ്റു n-1 എന്ന് തുടങ്ങിയിട്ട് 4 എണ്ണം. അപ്പോൾ n-1 ഇൻറ്റു n-2 ഇൻറ്റു n-3 ഇൻറ്റു n-4. n-1 കട്ടാവും, n-2 കട്ടാവും, n-3യും കട്ടാവും. ബാക്കി എന്താ ഉള്ളത്? 3n ഈക്വൽ ടു 5 ഇൻറ്റു n-4. അപ്പോൾ എന്താടാ? 3n is equal to 5n minus 20. ഓക്കെ അല്ലേ? ഇങ്ങോട്ട് എടുത്തോ. 3n minus 5n is equal to minus 20. അപ്പോൾ ഇത് എത്രയാ? -2n is equal to minus 20, അല്ലെങ്കിൽ n is equal to -20 by -2. അപ്പോൾ എത്രയാ? 10. അപ്പോൾ n-ൻ്റെ വാല്യൂ എത്രയാണ്? 10 ആണ്. ഈ കേസിലും 10 തന്നെ കിട്ടിയല്ലേ? നേരത്തെയും 10 തന്നെ, ഇതിലെ 10 തന്നെ വരുന്നത്. റെഡി അല്ലേ? യെസ്. അടുത്ത ദിവസം നോക്കാം. അടുത്ത ദിവസത്തിനകത്ത് ഫൈൻഡ് ദി വാല്യൂ ഓഫ് n if n-1 p3 is to np4 equal to 1:9. ഇതിൻ്റെ വാല്യൂ 1:9 ആണെങ്കിൽ n-ൻ്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ അല്ലേ? അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ഇതുമാതിരി തന്നെ n-1 p3 ഡിവൈഡഡ് ബൈ np4
ഈക്വൽ ടു 1/9 എന്ന് എഴുതാം. അതായത് A/B ഈക്വൽ ടു C/D എന്ന് പറഞ്ഞാൽ അതെന്താണ്? A/B ഈക്വൽ ടു C/D എന്നാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതുപോലെ എഴുതാം. ഇനി ഇതിനങ്ങനെ ചെറുതാക്കി കൂടെ ഇത് 9 അങ്ങോട്ട് കൊണ്ടുപോകാം. 9 × n-1 P3 ഈക്വൽ ടു nP4. ഇത് ചെയ്ത് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ 9 × ഇവിടെ 3 മതി. അപ്പോൾ n-1 × n-2 × n-3 പോരെ? 3 ഈക്വൽ ടു nP4 എന്ന് പറയുമ്പോൾ 4 n × n-1 × n-2 × n-3. റെഡി ആയില്ലേ? 4 n-1 കട്ടായി, n-2 കട്ടായി, n-3 കട്ടായി. ഡയറക്റ്റ് കിട്ടി n ഈക്വൽ ടു 9. ഇതാണ് ആൻസർ. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ദിവസം നോക്കാം. ഫൈൻഡ് ദി വാല്യൂ ഓഫ് r. If 5 × 4PR is equal to 6 × 5PR - 1. ഇങ്ങനെയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ. ഇത് കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മളിത് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ നിന്ന് സ്മോൾ ലെറ്റർ ആറിൻ്റെ വാല്യൂ ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. നോക്കിക്കോ എന്താ തന്ന ഡാറ്റ. 5 × 4PR is equal to 6 × 5PR - 1. 4PR എന്ന് പറയുമ്പോൾ 4 × 3 × അങ്ങനെ എഴുതി പോകാൻ കഴിയില്ല നമ്മളെ കൊണ്ട്. അതിൻ്റെ കാരണം എന്താ? ഇത് എഴുതി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് പറ്റില്ല? 6 തന്നതുകൊണ്ട് ഇവിടെ ഒരു നമ്പർ ഇല്ലാത്തതുകൊണ്ട് എത്ര എഴുതണം എന്ന് നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ അല്ല? എത്ര എഴുതണം നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 6ൻ്റെ വാല്യൂ ഒറ്റയടിക്കാണ്ട് കൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ 4P2 അല്ലെ NP2 എന്നൊക്കെ കാണുമ്പോൾ n × n-1 രണ്ടെണ്ണത്തിൽ നിർത്തിയത് ഇവിടെ ഒരു നമ്പർ ഉള്ളത് കൊണ്ടാണ്. ഇവിടെ ആ നമ്പർ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ അല്ല? അപ്പോൾ നമുക്ക് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നറിയോ? NPRൻ്റെ ഡെഫിനിഷൻ വെക്കേണ്ടി വരും. NPR is equal to n factorial by n minus r factorial അല്ലേ? ഈ ഡെഫിനിഷൻ വെച്ചിട്ട് ചെയ്യേണ്ടി വരും. നോക്കിക്കോ. 5 × ഇതെന്താ ഉണ്ടാവുക? 4 factorial divided by 4 minus r factorial. ക്ലിയർ? അതുപോലെ ആ സൈഡിൽ 6 × 5 factorial divided by 5 minus r minus 1 factorial. ഇത് ഒന്നുകൂടെ ചെറുതാവാണ്ടാവും. 6 × 5 factorial divided by 5 minus r plus 1 factorial. റെഡി അല്ലേ? മൈനസ് r plus 1 ആവും. 6 × 5 factorial by ഇത് 5 plus 1 എത്ര? 6 minus r factorial ആണ്. ഓക്കെ. ഇവിടെ എന്താ ഉള്ളത്? 5 × 4 factorial by 4 minus r factorial. ഓക്കെ. ഇനി ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചോ. ഇവിടെ 5 × 4 factorial അല്ലേ? 5 × 4 factorial എന്ന് പറഞ്ഞാൽ ശരിക്കും 5 factorial അല്ലേ? ആണ്. കാരണം എന്താ? ഇത് 1 × 2 × 3 × 4 × 5. അപ്പോൾ അതും ഇതൂടെ കട്ടായി പോയിക്കോളും. 5ഉം 4 factorialലും കൂടെ 5 factorial ആയിട്ട് കട്ടായി. ബാക്കി എന്താ ഉള്ളത്? ഇതിങ്ങോട്ട് എടുത്തവാണെങ്കിൽ 6 minus r factorial is equal to 6 × 4 minus r factorial. ഇത് കണ്ടോ നിങ്ങൾ? 6 minus r factorial. എടാ 6 minus r factorialലും 4 minus r factorialലും നോക്കിയാൽ ഇതിലെ വലുത് ഏതാ? ഇതാണ് വലുത്. ഇതും ഇതുമാണ് ഞാൻ നോക്കണം കേട്ടോ. ഇതാണ് വലുത് 6 minus r. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ n factorial എന്ന് കണ്ടാൽ നമ്മളതിനെ n × n-1 factorial എന്ന് എഴുതാറുണ്ടല്ലോ. ആ പ്രോപ്പർട്ടി വെച്ചിട്ട് 6 minus r factorial ഞാൻ മാറ്റിയിട്ട് 6 minus r × അതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ ഇതെന്താവും? 5 minus r എന്നാവും. ഒന്നുകൂടെ മൈനസ് ചെയ്താലോ? 4 minus r. ഇവിടെ നിർത്തും ഞാൻ. ഈക്വൽ ടു 6 × 4 minus r factorial. അപ്പോൾ ഇതും കട്ടായിക്കോളും. ബാക്കി എന്താ ഉള്ളത്? 6 minus r × 5 minus r ഈക്വൽ ടു 6. രണ്ട് അടുത്തടുത്തുള്ള നമ്പറിൻ്റെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് 3 × 2 എന്ന് എഴുതിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. 3 × 2 എന്ന് എഴുതിയാൽ മതി. അതല്ലെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക. 6 × 5
6 into minus r into 5 minus r into minus r square is equal to 6. അപ്പോൾ r square minus 11r plus 30 minus 6 is equal to 0. r square minus 11r plus 24 is equal to 0. സോൾവ് ചെയ്യണം. a is equal to 1, b is equal to minus 11, c is equal to 24. r equal to minus b plus or minus root of b square minus 4ac by 2a. ഇതിനകത്ത് കൊടുത്താൽ മൈനസ് ബി എന്ന് പറയുമ്പോൾ 11 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 121 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 24 ഡിവൈഡഡ് ബൈ 2a 2 വരും. 11 പ്ലസ് ഓർ മൈനസ് ഇത് എത്ര വരെടാ 121 മൈനസ് 96 ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇത് 11 പ്ലസ് ഓർ മൈനസ് 25 വരും. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ 5. അപ്പോൾ എന്തൊക്കെയാണ് കിട്ടുക നിങ്ങൾ 11 പ്ലസ് 5 കോമ 11 മൈനസ് 5 ബൈ 2 എത്രയൊക്കെ ഉണ്ടാവുക 8ഉം 3ഉം ആണ് വരിക. ആറിന് 2 വാല്യൂ കിട്ടിയിട്ടുണ്ട് 8ഉം 3ഉം. ഓക്കെ അല്ലേ? പിന്നെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ആറിൻ്റെ വാല്യൂ 0ൻ്റെയും n-ൻ്റെയും ഇടക്കായിരിക്കണം. ഓക്കെ ആണോ? അപ്പോൾ ഈ കേസിൽ ഇവിടെ ഒരു 4PR ഒക്കെ ഇല്ലേ 4PR ഉള്ളതുകൊണ്ട് n-ന് പകരം 4 ആണുള്ളത്. അപ്പോൾ ആറിൻ്റെ വാല്യൂ 0ൻ്റെയും 4ൻ്റെയും ഇടയ്ക്ക് തന്നെ വരണം. അത് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എന്താ therefore r is equal to 3. 8 എടുക്കാൻ പറ്റുമോ? പറ്റൂല. എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നമാണ്. കാരണം ഇവിടൊക്കെ എന്ത് വരും 4 മൈനസ് 8 മൈനസ് 4 ഫാക്ടോറിയൽ എന്നൊക്കെ നെഗറ്റീവ് നമ്പറിന് എന്തില്ല ഫാക്ടോറിയലുകളില്ല. പറഞ്ഞ മനസ്സിലാണ്. നെഗറ്റീവ് നമ്പറുകൾക്ക് എന്തില്ല ഫാക്ടോറിയൽ ഇല്ല. അതുകൊണ്ട് ഇവിടെ ആറിൻ്റെ വാല്യൂ ഏതേ പറ്റുള്ളൂ 3 മാത്രമേ പറ്റുള്ളൂ. 8 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് യൂസ് ചെയ്യാനേ പറ്റില്ല. നമ്മളത് ഒഴിവാക്കും. ക്ലിയർ ആണോ? റീസൺ മനസ്സിലാവണം കേട്ടോ. യെസ്. അടുത്ത ദിവസം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ആർ ഇഫ്. രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ 5PR is equal to 2 into 6PR minus 1. അടുത്ത ക്വസ്റ്റ്യൻ 5PR is equal to 6PR minus 1. ഒന്നിൽ 2 ഇൻറ്റു ഉണ്ട്, മറ്റേ 2 ഇൻറ്റു ഇല്ല. അത്രേ ഉള്ളൂ ഡിഫറൻസ് കേട്ടോ. നോക്കാം. ആദ്യത്തെ നോക്കാം. ഫസ്റ്റത്തെ ഇത് 5PR is equal to 2 into 6PR minus 1. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രശ്നം ഇവിടെ ഇല്ലേ? ഏത് പ്രശ്നം? ഇവിടെ നമ്പർ അല്ല, ഇവിടെ R എന്നാണുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? NPRൻ്റെ ഡെഫിനിഷൻ കൊടുക്കും. NPR is equal to n factorial by n minus r factorial. ഇത് വെച്ചിട്ട് ചെയ്യേണ്ടി വരും. നോക്കിക്കോ. ഇത് 5 factorial divided by 5 minus r factorial is equal to 2 into 6 factorial by 6 minus r minus 1 factorial. 5 factorial divided by 5 minus r factorial is equal to 2 into 6 factorial by ഇവിടെ എന്താ വരിക 6 minus r plus 1 factorial. 5 factorial by 5 minus r factorial is equal to 2 into 6 factorial by 7 minus r factorial. റെഡി? ഇതിങ്ങോട്ടും ക്രോസ് ചെയ്തോ. എന്നിട്ട് ക്രോസ് ചെയ്യുമ്പം 5 factorial into 7 minus r factorial is equal to 2 into 6 factorial into 5 minus r factorial. ഞാൻ ഇത് രണ്ടും കമ്പയർ ചെയ്തു. ഏത് 5 factorial 6 factorial. അതിലേതാ വലുത്? 6 factorial വലുത്. 7 minus r factorial 5 minus r factorial നോക്കി. അതിലേതാ വലുത്? 7 minus r ആണ് വലുത്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യുമെന്നറിയോ? ഇതിൻ്റെ കേസിൽ ഇവിടെ 5 factorial ഇവിടെ നിർത്തും. ഓക്കെ. ഇതോ ഈക്വൽ ടു 2 ഇൻറ്റു ഈ 6 factorial ഞാൻ 6 ഇൻറ്റു 5 factorial എഴുതും. എന്തിനാ? 5 factorial ക്യാൻസൽ ചെയ്യാം. അതുപോലെ ചെറിയ 5 minus r factorial ഞാൻ അതുപോലെ നിർത്തും. ഇതിനെ ഞാൻ മാറ്റും. ഇതിനെ ഞാൻ എന്ത് ചെയ്തും? 7 minus r ഇൻറ്റു ഒന്ന് മൈനസ് ചെയ്താൽ 6 minus r ഇൻറ്റു ഒന്നുകൂടെ മൈനസ് ചെയ്താൽ 5 minus r factorial. അപ്പോൾ ഇതും കട്ടാവും. ഈ 5 factorial കട്ടാവും.
ബാക്കിയുള്ളത് നോക്കാം. 7 മൈനസ് ആർ ഇൻറ്റു 6 മൈനസ് ആർ ഈക്വൽ ടു 2 ഇൻറ്റു 6 12. അടുത്തടുത്തുള്ള രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് ഇത് 4 ഇൻറ്റു 3 എന്ന് എഴുതിയാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ കേട്ടോ. 7 ഇൻറ്റു 2 7 ഇൻറ്റു 6 42 മൈനസ് 7r മൈനസ് 6r പ്ലസ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 12. അപ്പോൾ ആർ സ്ക്വയർ മൈനസ് 13r 42 മൈനസ് 12 ഇസ് ഈക്വൽ ടു 0. ആർ സ്ക്വയർ മൈനസ് 13r പ്ലസ് 30 ഈക്വൽ ടു 0. സോൾവ് ചെയ്യാലോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? നോക്കിക്കോ. എ ഇസ് ഈക്വൽ ടു 1, ബി ഇസ് ഈക്വൽ ടു മൈനസ് 13, സി ഇസ് ഈക്വൽ ടു 30. ആർ ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് മൈനസ് 13 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ 169 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 2a എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 2. 13 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 169 മൈനസ് 120 ഡിവൈഡഡ് ബൈ 2. 13 പ്ലസ് ഓർ മൈനസ് എത്ര വരിക? റൂട്ട് 49 7 അല്ലേ? അപ്പോൾ ഒന്ന് 13 പ്ലസ് 7 ബൈ 2, പിന്നെ ഒന്ന് 13 മൈനസ് 7 ബൈ 2, ഒന്ന് 10 ആണ്, ഒന്ന് 3 ആണ് അല്ലേ? രണ്ട് ആൻസർ വന്നിട്ടുണ്ട് ആറിന്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ കണ്ടീഷൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യേണ്ടി വരും. ഏത്? ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്രയുള്ള 5 അല്ലേ? 5PR ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? 0 ലെസ് ദാൻ ഓർ സീക്വൽ ടു r ലെസ് ദാൻ ഓർ സീക്വൽ ടു 5 ആയിരിക്കണം. ഓക്കെ അല്ലേ? എന്നിൻ്റെ ആറിൻ്റെ എന്നിൻ്റെ 0ൻ്റെ ഇടയ്ക്ക് ആറിൻ്റെ വാല്യൂ വരാൻ പാടുള്ളൂ. ഇവിടെ എന്നിൻ്റെ ചെറിയ വാല്യൂ എത്ര? ഇവിടെ 6 ആണുള്ളത്, ഇവിടെ 5 ആണ്. അപ്പോൾ 5 വെച്ച് നോക്കേണ്ടി വരും. അപ്പോൾ ആറിൻ്റെ വാല്യൂ 5നേക്കാൾ ചെറുത് വരണം. അപ്പോൾ 10 പറ്റുമോ? പറ്റൂല. ഏത് മാത്രമേ പറ്റുള്ളൂ? 3 മാത്രമേ പറ്റുള്ളൂ. therefore r is equal to 3 ആണ് പോസിബിൾ ആൻസർ. ക്ലിയർ ആവുമെന്ന് വിചാരിക്കണം. ഒന്നും കൂടെ ഉണ്ടല്ലോ അതിനകത്ത്, ചെയ്ത് നോക്കാം. രണ്ടാമത് 5PR is equal to 6PR minus 1. ഡെഫിനിഷൻ വെച്ചിട്ട് എങ്ങനെ എഴുതിയാൽ 5 factorial by 5 minus r factorial is equal to 6 factorial by 6 minus r minus 1 factorial. 5 factorial by ഇത് 5 minus r factorial. ഈ 6 factorial ഇപ്പം തന്നെ മാറ്റിക്കോ. 6 into 5 factorial എഴുതിക്കോ. അതൊന്ന് കട്ടായി പോയിക്കോളും. താഴെ എന്താ ഉള്ളത്? 6 minus r plus 1 factorial. 1 by 5 minus r factorial is equal to 6 by 7 minus r factorial. ക്രോസ് ചെയ്യങ്ങട്ട് 7 minus r factorial is equal to 6 into 5 minus r factorial. എടാ 7 minus r factorialനെ 7 minus r into ഒന്ന് മൈനസ് ചെയ്താൽ 6 minus r, ഒന്നുകൂടെ മൈനസ് ചെയ്താൽ 5 minus r factorial is equal to 6 into 5 minus r factorial. ഇതും കട്ടായി. ബാക്കി എന്താ ഉള്ളത്? 7 minus r into 6 minus r is equal to 6 എന്ന് കിട്ടും. 6നെ 3 into 2 എന്ന് എഴുതാം. അടുത്തടുത്തുള്ള രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് കിട്ടും. അതല്ലെങ്കിലോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 42 മൈനസ് 7r മൈനസ് 6r പ്ലസ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 6. ആർ സ്ക്വയർ മൈനസ് 13r പ്ലസ് 42 മൈനസ് 6 ഇസ് ഈക്വൽ ടു 0. r square minus 13r plus 36 is equal to 0. a is equal to 1, b is equal to minus 13, c is equal to 36. r equal to minus b plus or minus root of b square minus 4ac divided by 2a കൊടുക്കുക. minus minus 13 plus or minus root of ഇതിൻ്റെ സ്ക്വയർ 169 minus 4 into 1 into 36 divided by 2a. 13 plus or minus root of 169 minus 4 into 36 144 ആണ് ഡിവൈഡ് ബൈ 2. 13 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഇത് എത്ര വരെ 25 അല്ലേ? അപ്പോൾ എന്ത് വന്നു? 25ൻ്റെ റൂട്ട് 5. 13 പ്ലസ് ഓർ മൈനസ് 5 ബൈ 2. 13 പ്ലസ് 5 ബൈ 2. 13 മൈനസ് 5 ബൈ 2 എത്ര വരിക? 13 പ്ലസ് 5 18 ബൈ 2 9. 13 മൈനസ് 5 8. 8 ബൈ 2
4 9 4 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നേരത്തെ ചെക്ക് ചെയ്ത പോലെ ചെക്ക് ചെയ്ത് അവിടെ NPR വരെ ഇവിടെ 5PR അല്ലേ ഉള്ളത്. 5PR ഇംപ്ലൈസ് ആറിൻ്റെ വാല്യൂ എങ്ങനെ വന്നോളണം, 0-ൻ്റെയും 5-ൻ്റെയും ഇടയ്ക്ക് വന്നോളണം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, therefore R is equal, ഇതിനകത്ത് ഏത് വാല്യൂ പറ്റുള്ളൂ, 4 എന്നുള്ള വാല്യൂ മാത്രമേ പറ്റുള്ളൂ. ഏത് പറ്റൂല, 9 പറ്റൂല. കാരണം എന്താ, നമ്മൾ കുറേ നേരമായി പറഞ്ഞു 9 വന്നാൽ ഇതിനകത്തൊക്കെ എന്ത് വരും, നെഗറ്റീവ് നമ്പറുകൾ വരും. നെഗറ്റീവ് വന്നാൽ അതിന് എന്ത് ഡിഫൈൻഡ് അല്ല, ഫാക്ടോറിയൽസ് ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് നമ്മൾ ആ വാല്യൂസ് എടുക്കൂല. ക്ലിയർ ആണോ? ഇപ്പം നമ്മൾ ഫാക്ടോറിയൽസ് കഴിഞ്ഞു, NCR NPR വെച്ചിട്ടുള്ള പ്രോബ്ലംസ് അതും നമ്മൾ എന്ത് ചെയ്തു, സോൾവ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കണം. റെഡി?